ധ്രുവീകരണമുണ്ടാക്കാൻ ശ്രമം നടത്തി. ആ ധ്രുവീകരണം എങ്ങനെയായിരുന്നു? ആ ധ്രുവീകരണത്തിന് വേണ്ടി എന്താണോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിലേക്ക് ഈ ഖുർആനും ഹദീസും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള രീതിശാസ്ത്രത്തെ തള്ളുകയും ഹദീസ് നിഷേധത്തെ കൊണ്ടുവരികയും ചെയ്ത ആളുകൾ അത് മറച്ചുവെക്കാൻ വേണ്ടി മുജാഹിദുകളെ കുറിച്ച് പറഞ്ഞു. AP അബ്ദുൽ ഖാദർ മൗലവി നേതൃത്വം നൽകുന്ന KNM ജിന്നുകളെ സേവിക്കുന്നവരാകുന്നു. 2002 ആഗസ്റ്റ് 23-ാം തീയതി ഷബാബ് എഴുതി, മുജാഹിദ് മൻഹജുവാദം പിശാചിനെ സേവിക്കുന്നിടത്തെത്തിയതിന് നമ്മൾ മാപ്പുസാക്ഷികളായി. അതെ, പിശാച് സേവയിലേക്ക് എത്തുന്നതിന് നാം മാപ്പുസാക്ഷികളായി. 2012 അല്ല, 2002 ആഗസ്റ്റ് 23-ാം തീയതി അവർ ശിർക്കാരോപണം നടത്തി. 2004 മണ്ണാർക്കാട് വെച്ച് സമസ്തക്കാരുമായി ഇസ്തിഹാസ വിഷയത്തിൽ സംവാദം നടന്നപ്പോൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഒരു ഖുർആൻ ആയത്തോ സ്വഹീഹായ ഹദീസോ കൊണ്ടുവരാൻ സാധിക്കാതെ ശിർക്കിന്റെ അഹ്ലുകാർ പ്രയാസപ്പെട്ടപ്പോൾ സാധാരണ അവർ ചെയ്യുന്ന തന്ത്രം പുറത്തെടുത്തു. യാ ഇബാദല്ലാഹ് ഐനൂനി എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ, ഒരു വിജനപ്രദേശത്ത് എത്തിപ്പെട്ട് അങ്ങനെ വാഹനമൃഗം അങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നീട് CD കാണുന്നവരുമായ സാധാരണക്കാരായ യൗക്കൗമില്ലേ, ഒരീശയെ രക്ഷിക്കണേന്ന് വിളിപ്പിച്ചിട്ട് അവരോട് പണം വാങ്ങുന്ന ഒരു കൗമില്ലേ, ആ കൗമിന് മുമ്പ് പറയാൻ പറ്റും, അല്ല മൗലവി, നിങ്ങൾ മഹാനായ ഇമാമായും വലിയ പണ്ഡിതനായും ഇമാം സുന്നയായും അവതരിപ്പിക്കുന്ന ആളല്ല ഇമാം അഹ്മദ് ബിൻ ഹംബൽ. എന്നാലേ നിങ്ങൾക്കോ വിവരം അയാൾക്കോ വിവരം ഞങ്ങൾക്കറിയോ? ഞങ്ങൾ ഉദ്ധരിച്ച ഹദീസ് വെച്ചിട്ട് അയാൾ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്കോ വിവരം അയാൾക്കോ വിവരം ഞങ്ങൾക്കറിയോ? ഞങ്ങൾ ഉദ്ധരിച്ച ഹദീസ് വെച്ചിട്ട് അയാൾ വിളിച്ചിട്ടുണ്ട്. യാ ഇബാദല്ലാഹ് ഐനൂനി, അയാൾക്കാണോ വിവരം? നിങ്ങൾക്കാണ്. അപ്പൊ അഹമ്മദ് ഒരക്ഷരം മൗലവി പറഞ്ഞിട്ടില്ല, ഇമാമ് വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ വിളിച്ചിട്ടുണ്ടല്ലേ, എന്നാ പിന്നെ നമുക്ക് വിളിക്കാം, ഒരീശയെ രക്ഷിക്കണേ എന്നിടത്തേക്ക് എത്തിക്കാനാണ് ഹദീസ് ലഈഫാണെന്ന് നമ്മൾ മറുപടി കൊടുക്കുമെന്നറിഞ്ഞിട്ടും ഈ ലഈഫായ ഹദീസ് ഉദ്ധരിച്ചത്. അതുകൊണ്ട് യാ ഖൗമിനെ പറ്റിക്കാനും സമ്മതിക്കില്ല. അതുകൊണ്ട് 200 കൊല്ലമായി ഈ ഹദീസ് ഉദ്ധരിച്ചത് കൊണ്ട് തന്നെ ഹദീസ് പണ്ഡിതന്മാർ, ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ വിഷയം പഠിച്ചു മനസ്സിലാക്കി. എന്നിട്ട് പറഞ്ഞു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ചെയ്തതിൽ കുറ്റമില്ല, നമുക്ക് മാതൃകയുമില്ല. കുറ്റമില്ലാത്തത് അദ്ദേഹം ചെയ്തത് ഹദീസ് സ്വഹീഹാണ് എന്ന വിശ്വാസത്തോടു കൂടിയാണ്. നമുക്ക് മാതൃകയില്ലാത്തത് ഏത് ഇമാമാകട്ടെ പണ്ഡിതനാകട്ടെ അയാൾ ചെയ്ത പ്രവർത്തനം ഖുർആനിനോടും ഹദീസിനോടും യോജിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മളത് സ്വീകരിക്കുകയുള്ളൂ. ഇനി അത് സ്വഹീഹാണെന്ന് അതെന്തിനാ ഇപ്പം മര്യാദയ്ക്ക് എനിക്കത് അവസാനിപ്പിച്ച ഹദീസ് ലഈഫാന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് ഇങ്ങനെ സങ്കല്പിക്കാൻ പോണത് എന്നാണ് ചില ആൾക്കാർ നാട്ടിൽ നിന്ന് ചോദിക്കുന്നത്. അല്ല കുട്ടി, ഹദീസ് ലഈഫല്ലേ? ആണ്. പിന്നെന്തിനാ പിന്നെ അതിന്റെ മുകളിൽ പിടിച്ചു നിങ്ങൾ പോണത്? ഇത് നമ്മൾ പോയതല്ല. ഈ സദസ്സിലും പരിസരത്തും ഇരിക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും പേര് കേട്ടാൽ അറിയാതെ പടച്ചവനെ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഒറ്റയാൾ പട്ടാളമായി കേരളത്തിൽ തൗഹീദിന്റെ പ്രബോധനം നടത്തിയ ഉമർ മൗലവിയോടൊരു മുസ്ലിയാർ ഈ ഹദീസ് വെച്ച് വഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ട്. കാരണം യാ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ ഉമർ മൗലവി കൊടുത്ത മറുപടി, ഈ ഹദീസ് ബലഹീനമാണെന്നതിൽ തർക്കമില്ല. ഇതിന്റെ പരമ്പരയിൽ ഇന്ന രൂപത്തിൽ കണ്ണിമുറിഞ്ഞിട്ടുണ്ട്. അടുത്ത വാചകം, ഇനി ഹദീസ് സ്വഹീഹാണെന്ന് വെറുതെ സങ്കൽപ്പിച്ചാൽ തന്നെയും വാദവിഷയവും ഇതും തമ്മിൽ ബന്ധമില്ല. വാദം വഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് വിളിക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പൊ ഉമർ മൗലവി നിങ്ങൾ അങ്ങനെ സങ്കല്പിക്കാൻ പോയത് അന്ന് KP ചോദിച്ചില്ല, അന്നുള്ള പണ്ഡിതന്മാരൊന്നും ചോദിച്ചില്ല. അപ്പൊ സഹോദരങ്ങളെ, അങ്ങനെ സങ്കല്പിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ പോലും വഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്നുള്ള വിളി പോലെയുള്ളൊരു വിളിയല്ല യാ ഇബാദല്ലാഹ് എന്ന് ഹദീസ് പഠിച്ചുകൊണ്ട് സമർത്ഥിക്കാൻ കാരണം തെറ്റിദ്ധരിച്ചു പോയിട്ടെങ്കിലും വഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് വിളിക്കാൻ പറ്റില്ല.
ശിർക്ക് ചെയ്യാൻ അതിന് തെളിവില്ല എന്ന് സമർത്ഥിക്കാനാണ്. ഇതാണ് നമ്മുടെ ആ മറുപടിയാണ് 2004 നമ്മൾ കൊടുത്തത്. അബ്ദുസ്സലാം സുല്ലമി അതിനെ ഖണ്ഡിച്ചു. ഇപ്പോൾ ബഹുമാന്യനായ TP അബ്ദുള്ള കോയ മദനി സത്യധാരക്കാരന് അഭിമുഖം കൊടുത്ത് പറയാണ്, അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല കഴിഞ്ഞ 10 കൊല്ലായിട്ട് ഈ ഹദീസ് സംബന്ധിച്ച് നിങ്ങൾ വിശദീകരിച്ചത് മടവൂർ വിഭാഗം എതിരാണല്ലോ. അപ്പൊ അദ്ദേഹം പറയും, എനിക്കത് ബാധകല്ല, എനിക്ക് അന്നേ അറിയാം. സലാം സുലൈം പറഞ്ഞാൽ ശരിയെന്ന്. പടച്ചോനെ, ഞാൻ അന്നേ അവിഷയത്തിൽ മടവൂർ വിഭാഗത്തിന്റെ ആശയക്കാരനാണ് തുറന്നങ്ങ് പറഞ്ഞു. എവിടെ? സത്യധാരക്കാരനോട്. തീർന്നില്ല, മുജാഹിദുകളുടെ കൂട്ടത്തിൽ ജിന്നുകളോട് തേടുന്നവരുണ്ടെന്ന് അദ്ദേഹം അല്ലല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പ്രസിദ്ധീകരണത്തിൽ ഇന്റർവ്യൂ കൊടുത്തു. ഒരു നല്ല സമ്മാനം കൊടുത്തു. 3 സ്ഥലത്ത് ഉഗ്രം ഫോട്ടോ. ആ പ്രസിദ്ധീകരണം എടുത്ത കംപ്ലീറ്റ് TP അബ്ദുൽ കോയ മദനിയാണ്. അത്ര അധികം സമ്മാനം കൊടുക്കാൻ വേറെന്തുണ്ട്? സ്വന്തം മണികൾ മുശിരിക്കാന്ന് പ്രഖ്യാപിച്ച ഒരു നേതാവിന് ഇത്രമാത്രം ഇനി മർക്കസിലോ മറ്റോ അല്ലെങ്കിൽ ചേളാരിയിലോ മറ്റോ സ്വീകരണം കൊടുത്തു പോകുമോ എന്ന് മുജാഹിദുകൾ പേടിക്കുകയാണ്. അല്ലാന്ന് പറയാൻ പറ്റുമോ? കാരണം വൈസ് പ്രസിഡന്റ് നന്ദിയിൽ പോയി പറഞ്ഞിട്ടുണ്ട്, മാനസിക നിങ്ങളോട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, എവിടേക്ക് എത്തി? അതുകൊണ്ട് ഇത് കേവലം നിസ്സാരമായ ഒരു വിഷയമല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് ഇവർ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നും പുറത്തുപോയിരിക്കുന്നു, ഈ ആദർശത്തിൽ നിന്നും പുറത്തുപോയിരിക്കുന്നു. പുറത്തുപോയപ്പോൾ ലെറ്റർ പേഡും സീലും കയ്യിലെടുത്തു. തിരുവനന്തപുരത്ത് ഇന്ന് ബഹുമാന്യനായ എന്റെ മുൻ സുഹൃത്ത് അനസ് മുസ്ലിയാരൊക്കെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ആ പോസ്റ്ററിന്റെ താഴെ കൊടുത്തു, KNM ജില്ലാ കമ്മിറ്റി. പോലീസിൽ പരാതി വന്നു. പോലീസ് പറഞ്ഞു, നിങ്ങൾക്ക് KNM ഉപയോഗിക്കാൻ പറ്റൂല. കാരണം അവിടെയുള്ള മുജാഹിദുകൾ പറഞ്ഞു, ഞങ്ങളാണ് ജില്ലാ കമ്മിറ്റി. അങ്ങനെ പോലീസ് വിധി പറഞ്ഞു, അനസിന് പരിപാടി നടത്താം, പക്ഷെ KNM അഡ്ഹോക് കമ്മിറ്റി. അങ്ങനെ അന്ന് പരിപാടി നടത്തുന്നുണ്ട്. KNM കമ്മിറ്റി പുറത്ത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ ആരും പുറത്തില്ല. കോഴിക്കോട് മുൻസിഫ് കോടതിയുടെ വിധി പ്രകാരം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആ KNMന്റെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോഴിക്കോട് സൗത്ത് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ശരിയായിരുന്നില്ലെന്ന് കോടതി വിധി പറഞ്ഞു. അവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 23 കൗൺസിലർമാരെയും അയോഗ്യരാക്കി. ആ അയോഗ്യരാക്കിയുടെ കൂട്ടത്തിൽ TP അബ്ദുള്ള കോയ മദനിയുണ്ട്, M മുഹമ്മദ് മദനിയുണ്ട്, പാലത്ത് അബ്ദുറഹിമാൻ മദനിയുണ്ട്. അപ്പോൾ അയോഗ്യരായ 23 പേർ ഉൾക്കൊള്ളുന്ന സംസ്ഥാന കൗൺസിൽ തെരഞ്ഞെടുത്ത പ്രവർത്തക സമിതി അയോഗ്യം. ആ പ്രവർത്തക സമിതി തെരഞ്ഞെടുത്ത ഭാരവാഹികളും അയോഗ്യം. ഇതാണ് കോടതി വിധി. മാത്രമല്ല, കോഴിക്കോട് സൗത്ത് ജില്ലയിൽ ചുളുവിൽ കോടതിയെപ്പോലും അറിയിക്കാതെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തി. ഈ കോടതി വെക്കേഷൻ സമയത്ത് ആ സന്ദർഭത്തിൽ പ്രാഥമികാംഗത്വത്തിൽ നിന്നും പുറത്താക്കിയ ആളുകൾക്ക് കത്ത് വന്നു, നിങ്ങൾ ഇലക്ഷന് വരണം. ഇതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ജിന്നിനോട് തേടി ഞങ്ങൾ പുറത്താക്കി, പക്ഷെ ഞങ്ങളെ കസേരന്റെ പ്രശ്നം വന്നുകൊണ്ട് നിങ്ങളൊക്കെ വന്ന് ഇലക്ഷന് പങ്കെടുത്തോളൂ, എല്ലാവരും തിരിച്ചെടുത്തു. അതിന്റെ അർത്ഥം എന്താ? സക്കറിയ സലാഹി പ്രസ്ഥാനത്തിന്റെ ഉള്ളിലെത്തി. കാരണം യോഗ്യതയില്ലാത്ത കമ്മിറ്റിയാണ് പുറത്താക്കിയ കത്ത് കൊടുത്തത്. മുജാഹിദ് ബാലുശ്ശേരി ഉള്ളിലെത്തി, യോഗ്യതയില്ലാത്ത കമ്മിറ്റിയാ കത്ത് കൊടുത്തത്. ഇപ്പൊ 23 ആളെ പുറത്തുള്ളൂ. അതിൽ 1-ാമത്തെ ആള് TP, ബാക്കി എല്ലാവരും ഉള്ളില. ഒരൊറ്റ വിധി കൊണ്ടായി സംഭവിച്ചത്. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത കുറച്ചാളുകൾ ഈ പ്രസ്ഥാനത്ത് പുറത്തു പോയിരിക്കുന്നു. ഒറ്റ പ്രശ്നം, ലെറ്റർ പേഡും സീലും കയ്യിലെടുത്തു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ആകെ വിഷമിച്ചു എന്താവും, ഒന്നും ആവാനില്ല. നന്നായി സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുക, ചുറ്റുഭാഗങ്ങളിലൊക്കെ ദാവത്ത് നടത്തുക. പടച്ചോ നമ്മളെ സഹായിക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.